അങ്ങനെ കൈവെക്കരുത്, ഇങ്ങനെ എൻ്റെ മുഖം കാണാമെന്ന് നോക്കണം. തിരിച്ചു പിടിച്ചു ഇങ്ങനെ കാണാം, കാണാം. ആ മുഖത്ത് നോക്കി പിടിക്കണം. കാണാം. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരസ്യമായി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കടന്നുവന്ന് ഈ ദേശത്തോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമറിയിപ്പാൻ പ്രിയ കർത്താവിന്റെ ദാസനും എളിയവനായ എനിക്കും ഒരു അവസരം ഇങ്ങനെ ലഭ്യമായതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നാരകത്തോട് പ്രദേശത്തോട് അല്പസമയം ഈ കുടുംബങ്ങളോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമറിയിപ്പാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുക. ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലുഷിതമായ പ്രശ്ന സങ്കീർണമായ സംഭവങ്ങളും സംഭവവികാസങ്ങളും നമുക്കറിയാം. മനുഷ്യനെ മൊത്തമായി ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒട്ടനവധി സംഭവങ്ങളാണ് ഇന്ന് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത്. മാരകരമായ മഹാരോഗങ്ങൾ, പ്രളയങ്ങൾ എന്ന് വേണ്ട അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിലുണ്ടായ മിന്നൽ പ്രളയം അനേകരുടെ ജീവനെ കവർന്നതായി നാം കാണുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളൊക്കെ സാങ്കേതികമായ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉന്നതമായ നിലയിൽ കണ്ടെത്തുവാൻ കഴിയുന്ന ആ രാജ്യത്ത് പെട്ടെന്നുണ്ടായ ആ സംഭവങ്ങളെ കണ്ടെത്തുവാനോ ഒരു പ്രതിനിധി പ്രഖ്യാപിക്കുവാനോ അവിടെയുള്ളവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വേദനാജനകമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത നിലയിൽ ഇന്നത്തെ കാലം മാറിക്കൊണ്ടിരിക്കുന്നു, പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു, സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ നിലകളിൽ മനുഷ്യ സമൂഹം കലുഷിതമായ വേദനിപ്പിക്കുന്ന നിരവധി പ്രശ്നങ്ങളിലൂടെ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെ നടുവിൽ നമുക്കറിയാം മനുഷ്യന് സമാധാനം ലഭ്യമാകുക എന്നുള്ളതാണ് ഏറ്റവും അതിപ്രധാനമായ കാര്യം. എന്നാൽ സമാധാനത്തിന് എതിരായുള്ള യുദ്ധമെന്ന് പറയുന്നത് ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ എവിടെ തിരിഞ്ഞാലും ആ നിലകളിലുള്ള യുദ്ധത്തിന്റെ ഘടനകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ അതിർത്തികളിൽ വലിയ യുദ്ധങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ നടന്ന ഇറാനും ഇസ്രയേലുമായി നടന്ന യുദ്ധത്തിന്റെ ഘടനകൾ, അതിന്റെ ആ അനുഭവങ്ങളൊക്കെ നാം, അതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ കണ്ടവരാണ് നാം. ആ നിലകളിലുള്ള ആ മാരകരമായ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഈ ഭൂമിയിൽ ഔഷധങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലകളിൽ മനുഷ്യ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരുപിടി പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയും? വാസ്തവത്തിൽ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏതാണ്ട് 2040 വരെ മനുഷ്യ സമൂഹം ഈ ഭൂമിയിൽ കാണുകയുള്ളൂ. ഈ സമൂഹത്തിന് തകർച്ച സംഭവിക്കുവാൻ പോകുന്നു. ഇവിടെയുള്ള വലിയ പട്ടണങ്ങൾ വെള്ളത്തിൽ മുങ്ങുവാൻ പോകുന്നു. ഉയർന്ന് കടന്നുവരുന്ന ചിഹ്നഗ്രഹങ്ങൾ പോലെയുള്ള ഉൽക്കകൾ ഈ ഭൂമിയെ ആ നിലകളിൽ തകർക്കുവാനുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ആ നിലകളിൽ പല പല സംഭവങ്ങൾ മനുഷ്യന് സംഭവിക്കുവാൻ പോകുന്നു എന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുകയുണ്ടായി. ഇതിന്റെ നടുവിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ബൈബിളിന്റെ താളുകളിൽ പറഞ്ഞിരിക്കുന്ന ദൈവവചന സത്യങ്ങളെല്ലാം ശക്തമായ ഭാഷയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ യാഥാർത്ഥ്യങ്ങളെ മറികടന്ന് ആർക്കും പോകുവാൻ കഴിയുകയില്ല. ആധുനിക ലോകം പുരോഗമിച്ച ലോകമാണ്. ശാസ്ത്രീയ, മത, സാംസ്കാരിക, എന്തിനേറെ രാഷ്ട്രീയ മീമാംസകൾ, അതിനുപരി മനുഷ്യൻ കണ്ടെത്തുന്ന കണ്ടുപിടുത്തങ്ങൾ, ഇതെല്ലാം വളരെ വർദ്ധിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും മനുഷ്യ സമൂഹത്തിന് വേണ്ടി ദൈവത്താൽ അറിയിക്കപ്പെട്ട ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾക്ക് മാറ്റമില്ലാതെ അഭംഗുരം അതിന്റെ പ്രവചനങ്ങളും അതിന്റെ ആലോചനകളും ഇന്ന് ഈ ഭൂമിയിൽ വ്യക്തമായി നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോട് ഒരല്പസമയങ്ങൾ ഞങ്ങൾ പറയുന്നു, ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ
ഈ കാലത്ത് വളരെ വ്യക്തമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകൾ പറയുന്നത് ഒരു അമ്മൂമ്മക്കഥയാണ്. ഈ കറുത്ത വയലിട്ട വേദപുസ്തകം ചവറ്റുകൊട്ടയിൽ എറിയേണ്ട സമയം കഴിഞ്ഞു. ഇത് പിശാചിന്റെ ഗ്രന്ഥമാണ്. ഇത് മനുഷ്യന് വായിക്കാൻ കൊള്ളുന്നതല്ല. ഇതിനകത്ത് ദൈവത്തെക്കുറിച്ച് പറയുന്നെങ്കിലും യേശുവില്ല, ജീവിച്ചിരുന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഞങ്ങൾ പറയട്ടെ, ചരിത്രത്തെ തന്നെ ഇന്നും ആ യഥാർത്ഥമായി അതിന്റെ നിലവാരത്തിൽ കാണുവാൻ കഴിയുന്ന ഉന്നതമായ കാലിക സംഭവങ്ങളെ ബൈബിളിൽ ആ അടിസ്ഥാനത്തിൽ നാം വീക്ഷിക്കുമ്പോൾ ഇന്നും മനുഷ്യ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ യഥാവിധി നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതിനെക്കുറിച്ച് സവിസ്താരമായി ഞാൻ വിസ്തരിക്കുന്നില്ല. എന്നാൽ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരും. മനുഷ്യൻ എത്ര ഉന്നതനായിരുന്നാലും ഉയർന്നവനായിരുന്നാലും കൊട്ടാരം ഇവിടെ കെട്ടിപ്പറന്നാലും ഇവിടെ ഭാഗ്യപാലസോ ഉന്നതമായ നേട്ടങ്ങളോ ഉന്നതമായ ആ വസ്തുവകളോ ഒക്കെ സമ്പാദിച്ചാലും എല്ലാ മനുഷ്യനും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന് മുൻപിൽ ഒരു ദിവസം നാം എല്ലാം കീഴ്പ്പെടേണ്ടി വരും. മരണമെന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ദിവസം ഈ വീട് വിട്ട്, നാട് വിട്ട്, കൂട് വിട്ട്, സകലരെയും വിട്ട്, സ്നേഹിക്കുന്ന ഭാര്യയെ വിട്ട്, കുഞ്ഞുങ്ങളെ വിട്ട് 6 അടി മണ്ണിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്യേണ്ടി വരും. അത് മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ സമസ്ത മനുഷ്യരും ഒരുപോലെ വിട പറയേണ്ടി വരും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, മരണം എന്ന് പറയുമ്പോൾ ജീവിതത്തെ കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ജീവിതത്തിന്റെ അന്ത്യം കുറിക്കുന്നതാണ് മരണം. അതുകൊണ്ട് ജീവിതത്തെ കുറിച്ചൊന്ന് വിലയിരുത്തുവാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു അവസരം ദൈവം തരികയാണ്. ആമേൻ. ജീവിതം എന്താണ്? എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്? ജീവിതം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന എന്താണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാദൃച്ഛിക ഇവിടെ പിറന്നവനല്ല, യാദൃച്ഛിക ജീവിക്കുന്നവനല്ല, യാദൃച്ഛിക മരിക്കുന്നവനല്ല. ഒരു ദിവസം കരഞ്ഞുകൊണ്ട് പറക്കുന്നു, ഒരു ദിവസം എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് പറക്കുന്നു. അതിനിടയിലുള്ള അവസരമാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളും അവസ്ഥകളും നാം മനസ്സിലാക്കി നോക്കിയാൽ ജീവിതത്തിൽ നാം ചിന്തിച്ച പോലെയുള്ള അനുഭവങ്ങളല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്നുള്ളത് വിശുദ്ധ ബൈബിൾ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതും ഈ ഭൂമിയിലാക്കിയതും മനുഷ്യനെ ദൈവം മെനഞ്ഞതുമെല്ലാം ദൈവത്തിന്റെ കരാങ്കുലികങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്നേഹിത, നീ പാപത്തിലും ഈ ലോകത്തിലെ സുഖങ്ങളിലും രസിച്ചും സുഖിച്ചും മദ്യപാനത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനുമൊക്കെ അടിമയായി ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നിന്റെ ജീവിതം പാപത്തിന്റെ കനത്ത ശക്തി ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങൾ, നല്ല മണിക്കൂറുകൾ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. പാപം അതിന്റെ തനതായ ശക്തിയോടുകൂടെ പണം വിടർത്തി ജീവിതത്തിന്റെ മാരകരമായ വേദനിക്കുന്ന ഉന്നതമായ അനുഭവങ്ങളിൽ വിരാജിക്കേണ്ടത് ഇന്നേ നിരാശയുടെയും പാപത്തിന്റെയും ദോഷത്തിന്റെയും തിന്മയുടെയും അടുക്കളത്തിലേക്ക് അടിച്ചു വീഴ്ത്തിക്കൊണ്ട് പാപത്തിന്റെ കനത്ത ശക്തി ഇന്ന് മാരകരമായി മനുഷ്യനിൽ കൊടുമ്പിരി കൊണ്ട് വാണുകൊണ്ടിരിക്കുകയാണ്. പാപമാണ് മനുഷ്യ സമൂഹത്തിന് വരുത്തിയ ഏറ്റവും വലിയ ശാപം. ഇന്ന് കുടുംബങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? അനവധി കുടുംബങ്ങൾ ഡൈവോഴ്സായി മാറിക്കൊണ്ടിരിക്കുന്നു, അനവധി ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പലരും ഞങ്ങളോട് പറയാറുണ്ട്. അതിന്റെ കാരണം ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. ആ നിലകളിൽ മനുഷ്യ സമൂഹത്തെ കാർന്നു തിന്നുന്ന പാപത്തിന്റെ വിഷവിത്തുകളും അതിന്റെ ശക്തികളുമെല്ലാം മാരകരമായ അനുഭവങ്ങളിലേക്ക്, ദോഷങ്ങളിലേക്ക് മനുഷ്യനെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ മനുഷ്യ സമൂഹത്തിന് വേണ്ടി മനുഷ്യ സമൂഹത്തെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു മാർഗം മാനവന്റെ മുമ്പിൽ സ്വർഗത്തിന് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മാനവജാതിക്ക് ദൈവം നൽകുന്ന നിത്യജീവന്റെ മാർഗമാണ്. അത് യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് നൽകിയിരിക്കുന്ന മാർഗമാണ്. അനവധി ദൈവങ്ങളും ദേവന്മാരും അനവധി ആലയങ്ങളും അനവധി മോസ്കുകളും അനവധി ക്ഷേത്രങ്ങളും എന്ന് വേണ്ട നിരവധി ആരാധ്യന്മാരുമൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഒരു സത്യം ഞങ്ങൾ വിളിച്ചു പറയട്ടെ. മാനവവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇന്നൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തെ രണ്ടായി കീറിക്കൊണ്ട്
എന്നും BC എന്നും ചരിത്രത്തിൽ ഇറങ്ങി വന്ന് ഈ ലോകത്തിൽ കന്യകയാകുന്ന പാത്രത്തിൽ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവിൽ ജഡമായി തീർന്ന് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ മാനവജാതിക്ക് വേണ്ടി ദൈവം നൽകിത്തരുന്ന നിത്യജീവന്റെ മാർഗമായിരിക്കുന്ന സുവിശേഷൻ ആ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് മാനവവർഗത്തിന് വേണ്ടി പിടഞ്ഞു മരിച്ച് പാപം മുഴുവൻ വഹിച്ച് ആ ക്രൂശിൽ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി തന്നെത്താൻ അർപ്പിച്ച ഒരേ ഒരു മാർഗം. ഇന്നും പാപത്തിൽ ജീവിക്കുന്ന മാനവജാതിയെ സ്നേഹിച്ചുകൊണ്ട് വരിക, നിന്റെ പാപത്തെ ഞാൻ മോചിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ നടുവിൽ ആയിരങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന മാർഗം അത് യേശുവിന്റെ മാർഗമാണ്. അത് വിടുതലിന്റെ മാർഗമാണ്. അത് സമാധാനത്തിന്റെ മാർഗമാണ്. അതൊരു പള്ളി മതമല്ല. യേശുവിനൊരു മതമില്ല. ഇവിടെ അനവധി മതങ്ങളുണ്ട്, പക്ഷെ യേശുവിന് മതമില്ല. യേശുവിനൊരു മാർഗമാണുള്ളത്. ഏതാണ് ആ മാർഗം? ജാതിവർഗ ഉച്ചനീത കുലഹീന വ്യത്യാസമില്ലാതെ സകലമാനവനെയും സ്നേഹിക്കുന്ന ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരേ ഒരു മാർഗം അത് യേശുവിന്റെ മാർഗമാണ്. ആ മാർഗം നിങ്ങളെ സ്നേഹത്തോടെ ഇരുകൈകളും നീട്ടി മാടി വിളിക്കുന്നു. ആ സ്നേഹത്തിന്റെ മാർഗം നിങ്ങളെ മാടി വിളിക്കുമ്പോൾ ആ മാർഗത്തിലൂടെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കൈക്കുമ്പിള്ള നേർച്ചകളോ കാഴ്ചകളോ ധർമ്മങ്ങളോ ജപങ്ങളോ ഒന്നും വേണ്ട. നിങ്ങളെ തന്നെ യേശുവിന് കൊടുക്കുക. നിങ്ങളുടെ ജീവിതം യേശുവിന് സമർപ്പിക്കുക. നിത്യജീവനെ കരഗതമാക്കുക. യേശുവുമായി ബന്ധപ്പെടുക. ഈ സായാഹ്നങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ വീടോ കുടുംബമോ സാഹചര്യങ്ങളോ ഒന്നും നിങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കുകയില്ല. മതങ്ങൾ നിങ്ങളെ രക്ഷിക്കുകയില്ല. പക്ഷേ രക്ഷിക്കുന്ന ഒരേ ഒരുവൻ അത് കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ മകനായി തീരുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ പ്രിയ കർത്തദാസനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനം കേൾക്കാൻ ഇടയാകട്ടെ, സമർപ്പിക്കുവാൻ ഇടയാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഇതുവരെയുള്ളതായ സമയങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് സമീപാൻ ദൈവം സഹായിച്ചതായി സ്തോത്രം ചെയ്യുന്നു. സ്വാമി ദൈവത്തിന്റെ വചനം അറിയിച്ചതായ താരശ്രേഷ്ഠ എഴുത്തുകയും ഏൽപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നമുക്ക് ഏറ്റവും പ്രയോജനകരമായി തീരേണ്ടതിന് നമുക്ക് പിന്നെയും ദൈവത്തിന്റെ സ്ഥലങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവ്, അവിടുന്ന് അറിയിച്ചതായ ദൈവത്തിന്റെ വചനങ്ങൾ അതിലേറിയ ഒന്നുപോലും ഒരു വണ്ടിയോ പുള്ളിയോ അത് നഷ്ടപ്പെട്ടു പോകാതെ അത് വളർന്ന അതേറിയ നല്ല ഫലങ്ങൾ കായ്പാൻ എല്ലാ പ്രതികൂലത്തും ദൈവം ജനത്തെ വിടുവിക്കണമേ. വരുംകാലങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നിലനിൽക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ കാത്തു പരിപാലിക്കണം. ശ്രമിച്ച എല്ലാവരെയും കർത്താവ് കാത്തു സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ പിരിയുമ്പോൾ പിരിയാക്കാതെയും കൂടിയിരിക്കണം.